The parietal cells again divide by periclinal division to produce a 3 to 5 layered wall of microsporangia. അതായത് ആർക്കിസ്പോറിയൽ സെല്ലിൻ്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നു, പറൈറ്റൽ സെല്ലുണ്ടായി, സ്പോറോജീനസ് സെല്ലുണ്ടായി അല്ലേ. ഇനി ഈ ഒരു ഭാഗം പുറത്തുള്ള ആ സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, വാൾ ലേയേഴ്സ്, 3 to 5 ലേയേഴ്സ് ഓഫ് ലേഡ് വാൾ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ പുറമേയുള്ള ഈ ടോട്ടൽ വാൾസ്, ഇവിടെയുള്ള ഈ ടോട്ടൽ വാൾസ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറൈറ്റൽ സെൽസ് ആണ്. ഓക്കെ, ദ വാൾ കൺസിസ്റ്റ് ഓഫ് എൻഡോതീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ലേയേഴ്സ് ഉണ്ട്, അതുപോലെ ടപ്പീറ്റവും ഉണ്ട്. ഇങ്ങനെ 3 ലേയേഴ്സ് ഓഫ് സെൽസും ഉണ്ടാക്കുന്നത് ആരാണ്? പറൈറ്റൽ സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ആന്തറിനുള്ള വാൾസ് 4 വാൾസ് ആണുള്ളത്. ഒന്ന് നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന എപ്പിഡെർമിസ് അല്ലേ, പിന്നീട് ആർക്കിസ്പോറൽ സെല്ലിൽ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് ഉണ്ടായിട്ടുള്ള പറൈറ്റൽ സെല്ലിൽ നിന്നും ഉണ്ടായിട്ടുള്ള എൻഡോതീഷ്യം, മിഡിൽ ലേയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പുറമേ ഉള്ളതാണ് എപ്പിഡെർമിസ്, അതിൻ്റെ ഉള്ളിലുള്ളതാണ് എൻഡോതീഷ്യം, ദെൻ മിഡിൽ ലേയേഴ്സ്. മിഡിൽ ലേയേഴ്സ് എന്ന് പറയാൻ കാരണം ഒന്നിലധികം ലേയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒന്നിലധികം സെൽസിൻ്റെ ലേയേഴ്സിനെയാണ് നമ്മൾ, ലേയേഴ്സ് ഉള്ളത് കൊണ്ടാണ് മിഡിൽ ലേയേഴ്സ് എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ടപ്പീറ്റം എന്ന് പറയുന്ന സെൽസ് ഉള്ളത്, അല്ലെങ്കിൽ ലെയർ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ 4 ലേയേഴ്സാണ് ആന്തറിൻ്റെ വാളിൽ ഉള്ളത്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ പിക്ചർ ഇവിടെ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. അതായത് 4 വാൾ ലേയേഴ്സും ഉള്ളിൽ സ്പോറോ ജീനസ് ടിഷ്യൂ ഉണ്ട് അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ പിക്ചർ. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ഈ 4 ലേയേഴ്സിൻ്റെയും ഉള്ളിലാണ് ആരുള്ളത്? സ്പോറോജീനസ് ടിഷ്യൂ ഉള്ളത്. റെഡി? ഇനി ഓരോന്നും എന്ത് ഫങ്ഷൻസ് ആണ് നിർവഹിക്കുന്നത്? 4 വാൾ ലേയേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓരോന്നും എന്ത് ഫങ്ഷൻസ് ആണ് നിർവഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഏറ്റവും പുറമേയുള്ള പാർട്ടാണ് എന്ത്, അല്ലെങ്കിൽ ഏറ്റവും പുറമേയുള്ള ലെയറാണ് എപ്പിഡെർമിസ് അല്ലേ. എപ്പിഡെർമിസിൻ്റെ ഫങ്ഷൻ, ഇറ്റ് ഈസ് യൂഷ്വലി പ്രൊട്ടക്റ്റീവ് ഇൻ നേച്ചർ. സാധാരണ എല്ലാ എപ്പിഡെർമിസും ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളിലുള്ള സെൽസിന്, ഓർഗൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് എപ്പിഡെർമിസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ലെയറാണ് എന്ത്? എൻഡോതീഷ്യം അല്ലേ. എൻഡോതീഷ്യത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലെയർ below the epidermis. Endothelial cells develop fibrous thickenings of alpha cellulose on the inner and radial walls and become dead at maturity. അതായത് ഇതാണിപ്പോൾ എപ്പിഡെർമൽ ലെയർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് എൻഡോതീഷ്യൽ സെൽസ് ഉള്ളത് അല്ലേ. ഇതിൻ്റെ ഉള്ളിലാണ് എൻഡോതീഷ്യൽ സെൽസ് ഉള്ളത്. റെഡി? ഞാൻ റഫായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവരുടെ എന്താണ്, ഇന്നർ ആൻഡ് റേഡിയൽ വാൾസിൽ, ഇന്നർ വാൾ ഇത് ഔട്ടർ ആണ് അല്ലേ, ഇത് ഔട്ടർ ഏരിയ ആണ്, ഇതാണ് ഇന്നർ ഏരിയ. അപ്പോൾ ഇന്നർ വാൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? എൻഡോതീഷ്യൽ സെൽസിൻ്റെ ഇന്നർ വാൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് അല്ലേ, ഈ ഭാഗം അല്ലേ, ഇന്നർ വാൾസിൽ. അതുപോലെ തന്നെ റേഡിയൽ വാൾസിലും, റേഡിയൽ വാൾ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, ഇന്നർ, അതായത് ഇതാണല്ലോ റേഡിയസ് ശരിക്കും. ഓക്കെ, ഇതാണ് റേഡിയസ്. അപ്പോൾ റേഡിയൽ വാൾസിലും അതുപോലെ തന്നെ ഇന്നർ വാൾസിലും ആൽഫ സെല്ലുലോസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. ഓക്കെ, ആൽഫ സെല്ലുലോസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവരൊരു ഫൈബ്രസ് തിക്കനിങ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ സെൽസ് ഇങ്ങനെ ഫൈബ്രസ് തിക്കനിങ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ആൽഫ സെല്ലുലോസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫൈബ്രസ് തിക്കനിങ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉള്ളിലുള്ള മറ്റു സെൽസിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവരുടെ ശരിക്കും സെൽസ് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ ആൽഫ സെല്ലുലോസിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാകുമ്പം ഉള്ളിലുള്ള സെൽസുമായിട്ട് പ്ലാസ്മോഡെസ്മാറ്റ വഴി കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ മെച്ചേർഡ് ആകുന്ന സമയത്ത് ഉള്ളിൽ നിന്നും ന്യൂട്രീഷനും മറ്റു കാര്യങ്ങളൊന്നും ഈ ഒരു സെല്ലിലേക്ക്, പുറത്തുള്ള സെല്ലിലേക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ അവരെന്താവും? അവർ ഡെഡായി മാറും. മെച്ചേർഡ് ആകുന്ന സമയത്ത് ഡെഡായി മാറും ഈ ഒരു ഡെപ്പോസിറ്റ് കാരണം. ഇനി ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്താണ്? എൻഡോതീഷ്യത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ആന്തർ പോളൻ ഗ്രെയിൻസിൻ്റെ ഡെഹിസൻസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആന്തറിൻ്റെ ഡെഹിസൻസ് നടക്കുന്ന സമയത്ത് അതിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻഡോതീഷ്യത്തിൻ്റെ മെയിൻ ഫങ്ഷൻ.
The fibrous bands present on the walls of endothelium help in dehiscence of pollen at maturity. Okay. എൻഡോതീഷ്യത്തിലുള്ള ഈ ഫൈബ്രസ് ബാൻസ് അവിടെ ബ്രേക്കിംഗ് നടന്നിട്ടാണ് പോളൻ ഗ്രെയിൻസിൻ്റെ ഡെഹിസൻസ് നടക്കുക. ഓക്കെ, എന്നിട്ടാണത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുക. ഓക്കെ, ഇനി അതിൻ്റെ താഴെയുള്ള എൻഡോതീഷ്യത്തിൻ്റെ താഴെയുള്ള വാളാണ് ഏത്? മിഡിൽ ലെയേഴ്സ് അല്ലേ? മിഡിൽ ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മിഡിൽ ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽസ് ഓഫ് ദി മിഡിൽ ലെയേഴ്സ് ഡീജനറേറ്റ് ടു പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഗ്രോയിങ് MMC. ഗ്രോയിങ് MMC എന്ന് പറയുമ്പം ഈ വാൾ ലെയേഴ്സിൻ്റെ ഉള്ളിലാണല്ലോ സ്പോറോജീനസ് ടിഷ്യൂ ഉള്ളത്. സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടായി വരിക അല്ലേ? അപ്പോൾ ഈ വളർന്നു വരുന്ന മൈക്രോസ്പോർ മദർ സെല്ലിന് ന്യൂട്രീഷൻ കൊടുക്കുക. ഇവർ ഡീജനറേറ്റ് ചെയ്തിട്ടാണ് എന്ത് കൊടുക്കുക? ന്യൂട്രീഷൻ കൊടുക്കുക. അത് കൊടുക്കുന്നത് ശരിക്കും ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുന്ന സെൽസാണ്. ഓക്കെ, അമീബോയിഡ് ടപ്പീറ്റൽ സെൽസും അതുപോലെ സെക്രട്ടറി ടപ്പീറ്റൽ സെൽസും ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ടപ്പീറ്റൽ സെൽസ് ഉണ്ട്. അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുമ്പോൾ സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യാൻ കഴിവുള്ള ടപ്പീറ്റൽ സെൽസിനെയാണ് നമ്മൾ അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുന്നത്. എനിവേ, ഇവരുടെ ഡ്യൂട്ടി, അതായത് മിഡിൽ ലെയേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ ഡീജനറേറ്റ് ചെയ്തിട്ടാണ് ആർക്ക് ന്യൂട്രീഷൻ കൊടുക്കുക? നമ്മുടെ ഉള്ളിലുള്ള സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് വളർന്നു വരുന്ന മൈക്രോസ്പോർ മദർ സെല്ലിന് ന്യൂട്രീഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഉള്ളിലുള്ള ലെയറാണ് ടപ്പീറ്റം. ടപ്പീറ്റം പെർഫോംസ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, അമീബോയിഡ് ടപ്പീറ്റൽ സെൽസും അതുപോലെ സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസും. ഓക്കെ, രണ്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം അല്ലേ? അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ഫ്യൂസ് ടു ഫോം എ പ്ലാസ്മോഡിയം ഓർ പെരിപ്ലാസ്മോഡിയം ആൻഡ് ഇറ്റ് പാസസ് ഇൻ ബിറ്റ്വീൻ ദി സ്പോറോജീനസ് സെൽസ് ടു നറിഷ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഇമേജിൽ ഏറ്റവും പുറത്തുള്ളത് ആരാണ്? ഇതാണ് എപ്പിഡെർമൽ സെൽസ് അല്ലേ? അല്ലെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ലെയർ ഇതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ ലെയർ ആരാണ്? ഈ ഒരു ലെയർ ആരാണ്? ഇതാണ് നമ്മുടെ എൻഡോതീഷ്യം അല്ലേ? ഇതാണ് എൻഡോതീഷ്യം. റെഡി? ഇനി മൂന്നാമത്തെ ലെയർ ആരാണ്? ഇതാണ് മൂന്നാമത്തെ ലെയർ. ഇവിടെ 1-2 ലെയേഴ്സ് ഉണ്ട്. ഈ ഒരു ലെയറിനെയാണ് നമ്മൾ മിഡിൽ ലെയേഴ്സ് എന്ന് പറയാം അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് ടപ്പീറ്റൽ സെൽസ് അല്ലേ? ഇതാണ് ടപ്പീറ്റൽ സെൽസ്. അപ്പോൾ ടപ്പീറ്റൽ സെൽസിലെ കുറച്ചധികം സെൽസ് ഒരുമിച്ചിട്ട് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ഈ പ്ലാസ്മോഡിയം ഈ സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്തിട്ട് അവർക്ക് എന്ത് കൊടുക്കും? നറിഷ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? മൈക്രോസ്പോർ മദർ സെല്ലുള്ളത്. മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ മിയോസിസ് നടന്നിട്ടാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മെയിൽ ഗമേറ്റ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ള ഫംഗ്ഷൻ നിർവഹിക്കുന്നത് ആരാണ്? അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ് ആണ് അല്ലേ? ഓക്കെ, അവർ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൽസ് കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതിനാണ് നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയുക. പ്ലാസ്മോഡിയം ഫോം ചെയ്തിട്ട് ഈ പ്ലാസ്മോഡിയം ഇതിൻ്റെ ഉള്ളിലൂടെ, അതായത് സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യും? നറിഷ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, അതാണ് അമീബോയിഡ് ടപ്പീറ്റൽ സെൽസ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ്. സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഒരുപാട് സെക്രീഷൻസ് അവർ നടത്തുന്നുണ്ട് അല്ലേ? ദേ സെക്രീറ്റ് സബ്സ്റ്റൻസസ് ഫോർ ദി സ്പോറോജീനസ് സെൽസ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ. സ്പോറോജീനസ് സെൽസിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡിഫറൻഷിയേഷനും വേണ്ടിയിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസസ് ഈ സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ആൾസോ പ്രൊഡ്യൂസ് സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് വാരിയസ് പ്രോട്ടീൻസ്. സ്പോറോപൊള്ളനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഹാർഡായിട്ടുള്ള ടഫായിട്ടുള്ള പ്രകൃതി നേച്ചറിൽ തന്നെ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള സബ്സ്റ്റൻസിൽ പെട്ട ഒന്നാണ് സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പോറോപൊള്ളനിൻ ശരിക്കും എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ പുറമേയുള്ള ഭാഗം സ്പോറോപൊള്ളനിൻ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പോളൻ ഗ്രെയിന് എവിടെ പോയാലും അതിന് പ്രശ്നങ്ങളൊന്നും പറ്റാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉള്ളത് അല്ലേ? അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസ് ആണ്. ഓക്കെ, ടുവേർഡ്സ് മെച്യൂരിറ്റി ബോത്ത് ദ ടൈപ്പ് ഓഫ് ടപ്പീറ്റം ഡീജനറേറ്റ്സ്. അതായത് അമീബോയിഡ് ടപ്പീറ്റൽ സെൽസും അതുപോലെ തന്നെ
സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസും മെച്ചർ ആവുന്ന സമയത്ത് രണ്ടാളും എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്യും. ദീസ് സെൽസ് ആർ മെറ്റബോളിക്കലി വെരി ആക്റ്റീവ്, റെഗുലേറ്റ് ദി പ്രോസസ് ഓഫ് മൈക്രോ സ്പോറോജനസിസ്. സെക്രീറ്ററി ടപ്പീറ്റൽ സെൽസും അതുപോലെ തന്നെ അമീബോയിഡ് ടപ്പീറ്റൽ സെൽസുമാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ സ്പോറോജനസിസ് എന്ന് പറയുന്ന മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആരാണ്, ഈ രണ്ട് സെൽസാണ്. ഓക്കെ, ഇനി മറ്റു ഫങ്ഷൻസ്, അവരുടെ മറ്റു ഫങ്ഷൻസ്, ഒന്ന് ദ സെക്രീറ്റ് പ്രോട്ടീൻസ് ഫോർ കോമ്പാറ്റിബിലിറ്റി റിയാക്ഷൻസ്. കോമ്പാറ്റിബിലിറ്റി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റിഗ്മയുടെ അതായത് പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വന്ന് നിന്നാൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടക്കണമെങ്കിൽ അവിടെ ആദ്യം കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. എന്നിട്ട് ഈ സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ ഈ ഫ്ലവറിൽ അല്ലെങ്കിൽ ഈ പിസ്റ്റിൽ പിന്നെ എന്താണ് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ പിസ്റ്റിലാണോ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കില്ല പറ്റാത്തതാണെങ്കിൽ. അപ്പോൾ കോമ്പാറ്റിബിലിറ്റി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കോമ്പാറ്റിബിൾ ആണോ അല്ലേ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ കോമ്പാറ്റിബിലിറ്റി റിയാക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്, ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ ഹോർമോൺസ്, ഓക്സിൻ പോലത്തെ ഹോർമോൺസ് അല്ലേ, ഇൻഡോൾ അസറ്റിക് ആസിഡ് പോലത്തെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഇവരെ ഫംഗ്ഷനാണ്. അതുപോലെ ദ സെക്രീറ്റ് കാലേസ് എൻസൈം. എന്താണ് കാലേസ് എൻസൈം എന്ന് പറഞ്ഞാൽ, കാലോസ് എന്ന് പറയുന്ന കാലോസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട് നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലിൽ. മൈക്രോസ്പോർ മദർ സെല്ലിൽ ഓരോ സെല്ലിൻ്റെയും പുറമെ കാലോസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്. ഈ ഓരോ സ്പോറോജീനസ് സെല്ലിലുള്ള ഓരോ മൈക്രോസ്പോറിലും കാലോസിൻ്റെ ഡെപ്പോസിഷൻ നടന്നിട്ട് അവരാദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് കാലോസ്. ഓക്കെ, എന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും മിയോസിസ് നടത്തിയിട്ട് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ കാലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്, കാലേസ് എൻസൈം. ഓക്കെ, കാലേസ് എൻസൈം സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ ടപ്പീറ്റൽ സെൽസിൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ നമ്മുടെ മൈക്രോസ്പോർ ടെട്രാഡ്, മൈക്രോസ്പോർസ് ഒരുമിച്ച് 4 എണ്ണമായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയും എന്തുണ്ട്, കാലോസ് ഉണ്ട് അല്ലേ, കാലോസിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്. അതിൽ അവരെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നും മൈക്രോസ്പോർസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതും ഈ കാലേസിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി മൈക്രോസ്പോറോ ജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലേ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ്, അതായത് ആന്തർ പ്രൈമോഡിയത്തിൽ എന്തൊക്കെ നടന്നിട്ടാണ് മൈക്രോസ്പോറോ ജനസിസ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആന്തർ പ്രൈമോഡിയം ഉണ്ട് അല്ലേ, ആന്തർ പ്രൈമോഡിയം ഉണ്ട്. ആന്തർ പ്രൈമോഡിയത്തിലെ ഹൈപ്പോഡെർമൽ സെല്ലുണ്ട് അല്ലേ, ഹൈപ്പോഡെർമൽ സെല്ലുണ്ട്. ഈ ഹൈപ്പോഡെർമൽ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആർക്കി സ്പോറിയൽ സെല്ലായി മാറുന്നുണ്ട്. ഹൈപ്പോഡെർമൽ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആരായി മാറുന്നുണ്ട്, ആർക്കി സ്പോറിയൽ സെല്ലായി മാറുന്നുണ്ട്. ഓക്കെ, ആർക്കി സ്പോറിയൽ സെല്ലിൻ്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് സ്പോറോജീനസ് ടിഷ്യൂവും അതുപോലെ തന്നെ എന്തുണ്ടാക്കുന്നുണ്ട്, പറൈറ്റൽ സെൽസും ഉണ്ടാക്കുന്നുണ്ട്. പറൈറ്റൽ സെൽസ്, ഇന്നർ സ്പോറോജീനസ് ടിഷ്യൂവും അതുപോലെ പറൈറ്റൽ സെൽസും. അപ്പം ഞാനിവിടെ മൈക്രോസ്പോറോ ജനസിസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാനിവിടെ സ്പോറോജീനസ് ടിഷ്യൂവിന് എഴുതാണ്. ഓക്കെ, സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന ആളാണ് ആര്, മൈക്രോസ്പോർ മദർ സെൽ. ഓക്കെ, സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും ചില സെൽസ് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് വളർന്നു വരുന്നു. അവരെയാണ് നമ്മൾ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയാം. മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ MMC എന്ന് പറയാം അല്ലേ. മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ടാണ് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുക. മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുമ്പം ഓരോ 4 മൈക്രോസ്പോർ, ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും ഉണ്ടായിട്ടുള്ള 4 മൈക്രോസ്പോർസും ഒരുമിച്ചാണ് ആദ്യം ഉണ്ടാവുക. ഓക്കെ, പിന്നീടാണ് അവർ ഓരോന്നായിട്ട് പോളൻ ഗ്രെയിൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ 4 ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ വേറെ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, ആന്തർ പ്രൈമോഡിയം ഉണ്ട്,
അതിൽ ഹൈപ്പോഡെർമൽ സെല്ലുണ്ട്, അത് എന്താണ് ആർക്കിസ്പോറിയൽ സെല്ലായി മാറും. ദെൻ അതിൽ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവും. അതിൽ മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവും. അവർ റൗണ്ട് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തായി മാറും? പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് മൈക്രോസ്പോറോജെനസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പോളൻ വയബിലിറ്റി, പൊളീനിയം, കോമ്പൗണ്ട് പോളൻ, ഇങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സ്, വെജിറ്റേറ്റീവ് സെൽസും ജനറേറ്റീവ് സെൽസും ഉണ്ടായി വരുന്നത്, ഇത്തരം ടോപ്പിക്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോക്സിമൽ എൻഡ് ഓഫ് ദി ഫിലമെൻ്റ് ഓഫ് സ്റ്റേമൻ ഈസ് അറ്റാച്ച്ഡ് ടു. അതായത് 2016 നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ്. എന്താണ് പ്രോക്സിമൽ എൻഡ് എന്ന് പറഞ്ഞാൽ? ഇതിപ്പോൾ പ്ലാന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? പ്ലാന്റ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇതാണ് ഫിലമെൻറ്റ്, ഇതാണ് ആന്തർ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടിനെ, ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുക. ഈ പാർട്ടിനെ നമ്മൾ ഡിസ്റ്റൽ എൻഡ് എന്നാണ് പറയുക. ഓക്കെ, ഡിസ്റ്റൽ എൻഡ്. അപ്പോൾ ആന്തറിൻ്റെ അല്ലെങ്കിൽ സ്റ്റേമനിൽ ഇവിടെ ആന്തർ ഉണ്ട്, അതുപോലെ തന്നെ ഫിലമെൻ്റ് ഉണ്ട് അല്ലേ? ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ് ഏതുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? ശരിക്കും ഫ്ലവറിൻ്റെ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് തലാമസ് അല്ലേ? തലാമസ്. ഇത് ആരാണ്? സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ ആണ്. അത് നമ്മൾ പെഡിസൽ എന്നാണ് പറയാം അല്ലേ? ഇവിടെ നിന്നാണ് ശരിക്കും എന്തുണ്ടാവുക? ഇതാണ് ശരിക്കും സ്റ്റേമൻ അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഇതാണ് നമ്മൾ പ്രോക്സിമൽ എൻഡ് എന്ന് പറയാം. ഇതാണ് ഫിലമെൻറ്റ്, ഇതാണ് ഫിലമെൻറ്റ്, ഇതാണ് എന്ത്? ആന്തർ അല്ലേ? അപ്പോൾ ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ് ഏത് ഭാഗവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? തലാമസുമായിട്ട് അല്ലേ? ഫിലമെൻറ്റിൻ്റെ ഡിസ്റ്റൽ എൻഡ് ആണെങ്കിൽ ആന്തറുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇനി ഡിസ്റ്റൽ എൻഡ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഓപ്ഷൻ ആന്തർ ആണ്. ഓക്കെ, ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ആർക്കിസ്പോറിയം ഗിവ് റൈസ് ടു. ആർക്കിസ്പോറിയത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക? ആർക്കിസ്പോറിയൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പെരിക്ലൈനൽ ഡിവിഷൻ നടത്തിയിട്ട് പറൈറ്റൽ സെൽസും ഉണ്ടാവും, സ്പോറോജീനസ് സെൽസും ഉണ്ടാവും. പറൈറ്റൽ സെൽസിൽ നിന്ന് വാൾ ലേയേഴ്സ് ഉണ്ടാവും, സ്പോറോജീനസ് സെൽസിൽ നിന്നും മൈക്രോസ്പോർ മദർ സെല്ലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഓൺലി ദ വാൾ ഓഫ് ദി സ്പൊറാഞ്ചിയം, അതുപോലെ ബോത്ത് വാൾ ആൻഡ് ദി സ്പോറോജീനസ് സെൽസ്, വാൾ ആൻഡ് ദി ടപ്പീറ്റം, ഓൺലി ടപ്പീറ്റം ആൻഡ് സ്പോറോജീനസ് സെൽസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് വാൾ ആൻഡ് സ്പോറോജീനസ് സെൽസ് ആണ് അല്ലേ? ആർക്കിസ്പോറിയൽ സെല്ലിൻ്റെ പുറത്തുള്ള സെല്ലിൽ നിന്നുമാണ് വാള് ഉണ്ടാകുന്നത്, അതുപോലെ ഉള്ളിലുള്ള സെല്ലിൽ നിന്നുമാണ് സ്പോറോജീനസ് സെൽസ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് സറൗണ്ടഡ് ബൈ എ കാലോസ് വാൾ? കാലോസ് തിക്കനിങ് ഉള്ളത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മൈക്രോസ്പോർ മദർ സെല്ലിലാണ് അല്ലേ? മൈക്രോസ്പോർ മദർ സെല്ലിലാണ് കാലോസ് വാളിൻ്റെ തിക്കനിങ് ഉള്ളത്. ടപ്പീറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാലേസ് എന്ന് പറയുന്ന എൻസൈമാണ് അതിനെന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അടുത്തത്, ഇൻ ആൻ ആൻജിയോസ്പേം ഹൗ മെനി മൈക്രോസ്പോർ മദർ സെൽസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 100 പോളൻ ഗ്രെയിൻസ്? 100 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കാൻ എത്ര മൈക്രോസ്പോർ മദർ സെല്ല് വേണം? വളരെ ഈസിയാണ്. ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് എത്ര മൈക്രോസ്പോർ ഉണ്ടാവും? 4 മൈക്രോസ്പോർ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ 100 മൈക്രോസ്പോർസ് ഉണ്ടാക്കാൻ എത്ര മൈക്രോസ്പോർ മദർ സെല്ല് വേണ്ടി വരും? 25 വേണ്ടി വരും അല്ലേ? 25 × 4 = 100 അല്ലേ? 25 മൈക്രോസ്പോർ മദർ സെൽസ് വേണ്ടി വരും. അത് തിരിച്ചും ചോദിക്കാം അല്ലേ? അതായത് ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും എത്ര മൈക്രോസ്പോർസ് ഉണ്ടാവും? 25 മൈക്രോസ്പോർ മദർ സെൽസിൽ നിന്നും എത്ര മൈക്രോസ്പോർസ് ഉണ്ടാവും എന്ന് തിരിച്ചും ചോദിക്കാം അല്ലേ?
നമ്പർ എന്താണെങ്കിലും. ഓക്കെ, ആന്തർ ഈസ് ജനറലി കമ്പോസ്ഡ് ഓഫ്. ആന്തറിൽ എത്ര സ്പൊറാഞ്ചിയത്തിൻ്റെ ബേസിസിലാണ് ചോദിച്ചിട്ടുള്ളത്, എത്ര സ്പൊറാഞ്ചിയം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. 1 സ്പൊറാഞ്ചിയം, 2 സ്പൊറാഞ്ചിയം, 3 സ്പൊറാഞ്ചിയം ആൻഡ് 4 സ്പൊറാഞ്ചിയ. ആന്തറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു ബൈ ലോബ്ഡ് ആണെന്ന് പറഞ്ഞു, 2 ലോബാണുള്ളത്. ഓരോ ലോബിലും 2 സ്പൊറാഞ്ചിയ ഉണ്ട്. ടോട്ടൽ എന്താണ് 4 സ്പൊറാഞ്ചിയ ഉണ്ട് അല്ലേ. ടെട്രാ സ്പൊറാഞ്ചിയേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ടെട്രാ സ്പൊറാഞ്ചിയേറ്റ്. ഇപ്പോൾ 4 സ്പൊറാഞ്ചിയ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. റെഡി. എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം ഇൻ ആന്തർ ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി സ്പൊറോജീനസ് സെൽ, പ്രൈമറി പറൈറ്റൽ സെൽ, ബോത്ത്, നൺ ഓഫ് ദി എബോവ്. ആർക്കിസ്പോറൽ സെല്ലിൻ്റെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് പറൈറ്റൽ സെല്ലും അതുപോലെ തന്നെ സ്പൊറോജീനസ് ടിഷ്യൂ ഉണ്ടാവും. ഈ പറൈറ്റൽ സെൽസിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്, വാൾ ലെയേഴ്സ് ഉണ്ടാവുന്നത്. എൻഡോത്തീഷ്യം എന്ന് പറയുന്നതും മിഡിൽ ലെയർ എന്ന് പറയുന്നതും ടപ്പീറ്റം എന്ന് പറയുന്നതും ഒക്കെ എന്താണ്, വാൾ ലെയേഴ്സ് ആണ്. അവരുണ്ടാവുന്നത് ഈ ഒരു പറൈറ്റൽ സെല്ലിൽ നിന്നുമാണ് അല്ലേ. അപ്പം പ്രൈമറി പറൈറ്റൽ സെൽ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. റെഡി. മെയിൻ ഫങ്ഷൻ ഓഫ് എൻഡോത്തീഷ്യം ഇൻ ആന്തർ ഈസ്. ആന്തറിലുള്ള എൻഡോത്തീഷ്യൽ വാൾ ലെയറിൻ്റെ ഫങ്ഷൻ എന്താണ് ഡെഹിസെൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ് അല്ലേ. ഡെഹിസെൻസ് ആണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ആൽഫ സെല്ലുലോസിൻ്റെ ഫൈബ്രസ് തിക്കനിങ് ഉണ്ട് എന്ന് പറഞ്ഞു, അതാണ് അതിൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഹൗ മെനി പോളൻ സാക്സ് ആർ പ്രസൻറ്റ് ഇൻ എ മെച്ചർ ആന്തർ. പോളൻ സാക്സ് നേരത്തെ ചോദിച്ചത് സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് എത്ര പോളൻ സാക്സ് ആണ് ഒരു ആന്തറിൽ ഉള്ളത് എന്ന്. എത്ര പോളൻ സാക്സ് ആണ്, 4 പോളൻ സാക്സ് ആണുള്ളത്. 4 പോളൻ സാക്സ് അല്ലെങ്കിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഒരു ലോബിലാണ് ചോദിക്കുന്നതെങ്കിൽ 2 മൈക്രോസ്പൊറാഞ്ചിയ ആണുള്ളത്. ആന്തറിലാണ് ചോദിക്കുന്നതെങ്കിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ആണുള്ളത്. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പരമാവധി MCQs ചെയ്യുക, NCERT ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും എന്താ പറയുക ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടി വായിച്ച് ലെക്ചർ കേൾക്കണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് തറവാക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് നമ്മുടെ നോട്ട് വായിക്കുക, അതിൻ്റെ ശേഷം NCERT വായിക്കുക, ദെൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അതുപോലെ ഞായറാഴ്ചകളിൽ എക്സാം എഴുതാം. എല്ലാ ദിവസവും നമ്മുടെ +1ൻ്റെയും +2ൻ്റെയും ലെക്ചേഴ്സ് ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കുക. പൂർണ്ണമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. പൂർണ്ണമായിട്ടുള്ള സിലബസ് നമുക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.